സോ നമ്മുടെ അടുത്ത ടോപ്പിക് ആയിട്ടുള്ളത് ആക്ടിവിറ്റി ഡയഗ്രാം നമുക്ക് ഇനി വരക്കാൻ വേണ്ടി പഠിക്കണം. നമ്മൾ ഓൾറെഡി ഇപ്പം ക്ലാസ് ഡയഗ്രാം പഠിച്ചു, നമ്മൾ അതേപോലെ യൂസ് കേസ് ഡയഗ്രാം പഠിച്ചു, നമ്മൾ സീക്വൻഷ്യൽ ഡയഗ്രാം പഠിച്ചു, കൊലാബറേറ്റീവ് ഡയഗ്രാം പഠിച്ചു, കൊലാബറേഷൻ ഡയഗ്രാം പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ടുള്ളത് ആക്ടിവിറ്റി ഡയഗ്രവും അതുപോലെ തന്നെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രവും ആണ്. അപ്പൊ അത് രണ്ടും നമ്മൾ ഇന്നിവിടെ തീർക്കും. അതേപോലെ തന്നെ UMLന്റെ ഡിസഡ്വാൻറ്റേജ് ആൻഡ് അഡ്വാൻറ്റേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതുമാണ് ഈ PPT വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. ഞാനൊരു PPT ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ആക്ടിവിറ്റി ഡയഗ്രത്തിനെ റിലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലടാ, യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ഡൈനാമിക് ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ ക്ലാസ് ഡയഗ്രത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയാ പറഞ്ഞത്. ക്ലാസ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന കോമ്പണൻസ്, അതായത് നമ്മളെ എൻറ്റിറ്റീസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ സംസാരിക്കുന്നുണ്ടായ. അതേസമയം പിന്നെ യൂസ് കേസ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല, ഡൈനാമിക്കലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ യൂസ് കേസിൽ സംസാരിക്കുന്നത്, അല്ലെ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കൊടുക്കുന്നത് എന്നുള്ള. അതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് ഓൺഗോയിങ് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും, അതായത് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഫംഗ്ഷനാലിറ്റി ആയിരിക്കുമല്ലോ, അപ്പൊ ആ ഫംഗ്ഷനാലിറ്റിന്റെ ഫ്ലോ കാണിക്കുന്ന ഡയഗ്രാമാണ് ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിനെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫ്ലോ ചാർട്ട് എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂസ് കേസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഡൈനാമിക് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഓരോരോ ഒബ്ജക്റ്റിന്, അതായത് അതിന്റെ റെപ്രസെന്റേഷൻ മെത്തേഡ് ഒന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഓരോരോ ഒബ്ജക്റ്റും എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ്, അടുത്ത ഒബ്ജക്റ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ റെപ്രസെന്റേഷൻ രീതി മാത്രമാണ് കുറച്ചൊക്കെ വ്യത്യാസം നമ്മൾ വരുത്തിയിരിക്കുന്നത്. അപ്പൊ എനിവേ നമ്മൾ ആക്ടിവിറ്റീസിന്റെ നടുവിലുള്ള ഫ്ലോ ആണ് ഇവിടെ കാണിക്കുന്നത്. കൂടാതെ അതായത് പിന്നെ ഒരു ഡൈനാമിക് ബിഹേവിയർ ഓഫ് എ സിസ്റ്റം ആണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി അതിന്റെ നൊട്ടേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ജനറലായിട്ട് നമ്മൾ UML ഡയഗ്രത്തിന്റെ നൊട്ടേഷൻ പറയുന്ന സമയത്ത് ഈ പറയുന്ന ആക്ഷൻ എന്ന് പറയുന്നത് യൂസർ പെർഫോം ചെയ്യുന്ന എന്തോ ഒരു പരിപാടിയാണ് അതിൻ്റെ ഉള്ളിൽ എഴുതാറ്. ഡിസിഷൻ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഫ്ലോ ചാർട്ടിലൊക്കെ നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യാറില്ലേ, ഇഫ് സംതിങ് ഈസ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നൊക്കെയുള്ള രീതിയിൽ യെസ് ആണെങ്കിൽ ഒരു ഭാഗത്ത് പോകും, നോ ആണെങ്കിൽ വേറെ ഭാഗത്ത് പോകും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതേപോലത്തെ ഡിസിഷൻ മേക്കിങ്ങിനാണ് ഡിസിഷൻ നോഡ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു പിന്നെ ആക്ഷനിൽ നിന്നും അടുത്ത ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ഒരു ആരോ ഇട്ട് കാണിക്കാറുണ്ടല്ലോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കൺട്രോൾ ഫ്ലോ. പിന്നെ സ്റ്റാർട്ട് നോഡും എൻഡ് നോഡും ഉണ്ട്. അത് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് സ്റ്റാർട്ട് നോഡും എൻഡ് നോഡൊക്കെ എങ്ങനെയാ കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റി ഡയഗ്രത്തിലും സ്റ്റേറ്റ് ചാർട്ടിലുമാണ് നമ്മൾ ഈ സംഭവം ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ട് നോഡ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ ഡാർക്കൺ ചെയ്ത സർക്കിൾ ആണെന്നും, അതേപോലെ നമ്മളെ ആക്ഷൻ ഒക്കെ സ്റ്റേറ്റ് ഡയഗ്രത്തിന്റെ കേസ് ആണെങ്കിൽ സ്റ്റേറ്റ് ബോക്സ് എന്ന് പറയും. ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ എന്താണ് സ്ക്വയറിന് റൗണ്ട് എഡ്ജസ് ഉള്ള സ്ക്വയർ ആണ് ഉപയോഗിക്കുന്നതെന്നും, അതേപോലെ ഡിസിഷൻ ബോക്സ് ആയിട്ട് നമുക്ക് ഒരു ഡയമണ്ട് ആണ് യൂസ് ചെയ്യാറെന്നും, ഫൈനൽ സ്റ്റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കളേർഡ് പിന്നെ അല്ലെങ്കിൽ ഡാർക്കൺ സർക്കിളിന്റെ ചുറ്റും ഒരു എൻ സർക്കിൾ വരച്ചിട്ടാണ് യൂസ് ചെയ്യാറെന്നും നമ്മൾ അവിടെ അന്ന് സംസാരിച്ചിരുന്നു. ഇതുകൂടാതെ നമുക്ക് ഇനി ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്ലോ കൺട്രോൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരോസും യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ നൊട്ടേഷൻ സിമ്പിൾസ് എല്ലാം ഒന്ന് നമ്മൾ പറയാൻ പോവാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്റ്റാർട്ട് നോഡ് എന്ന് പറയുന്നത് അതായത് ബിഗിനിങ് ഓഫ് ദ പ്രോസസ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആക്ടിവേഷൻ ഡയഗ്രത്തിന്റെ ബിഗിനിങ് ആണ് കാണിക്കുന്നത്. ആക്ടിവിറ്റി സിമ്പിൾ എന്ന് പറയുന്നതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന, അതായത് ആക്ഷൻ പെർഫോം ചെയ്യുന്നതാണ് ആക്ടിവിറ്റി സിമ്പിളിൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ സൈഡ് റൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യാറ്. ആ സ്ക്വയറിന്റെ ഉള്ളിലായിട്ട് നമ്മൾ അതിന്റെ ആക്ടിവിറ്റി എന്താണോ എന്ന് വെച്ചാൽ അത് അവിടെ എഴുതി വെക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ കൺട്രോൾ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ കൺട്രോൾ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരോ യൂസ് ചെയ്യാൻ പറ്റും. അത് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ നടക്കുന്നത് എന്ന് കാണിക്കാൻ. പിന്നെ ഇവിടെ നമുക്ക് അത് കൂടാതെ നമുക്ക് നോട്ട് സിമ്പിൾസ് ഉണ്ട്. ഇപ്പൊ നോട്ട് സിമ്പിൾ ഒക്കെ നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ചില കൺസ്ട്രെയിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല, പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ട് സിമ്പിൾ സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ സെൻഡ് സിമ്പിൾ, സിഗ്നൽ സിമ്പിൾ ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു അലേർട്ടോ കാര്യങ്ങളോ മറ്റേതെങ്കിലും ഒരു ഡിവൈസിലേക്ക് സെൻഡ് ഒക്കെ ചെയ്യില്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഒരു സെൻഡ് പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെൻഡ് സിഗ്നൽ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ആ പർട്ടിക്കുലർ ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കാണിക്കാൻ. അതേപോലെ മറ്റേതെങ്കിലും ഇപ്പൊ നമ്മൾ അന്ന്
നിങ്ങളടുത്ത് സംസാരിച്ചില്ലായിരുന്നു. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു അലേർട്ട്, ഇപ്പോൾ ഒരു സെൻസർ, ഇപ്പോൾ സ്മോക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് അലാറം അടിക്കുന്ന ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. നിങ്ങൾ S3 ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്മോക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പറയുന്ന സെൻസർ നമുക്ക് ഒരു സിഗ്നൽ സെൻഡ് ചെയ്ത് തരുമല്ലോ, അല്ലെ? 1 or 0s വെച്ചിട്ടുള്ള ഒരു സിഗ്നൽ സെൻഡ് ചെയ്ത് തരും. അപ്പൊ അത് എവിടെ നിന്നാണ്? ആ സ്മോക്ക് ഡിറ്റക്ട് ചെയ്ത സെൻസറിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്തൊരു സിഗ്നലാണ്. അപ്പൊ അതേപോലെ എന്തെങ്കിലും സിഗ്നൽ റിസീവിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾ, അതായത് ഇത് റിസീവർ സിഗ്നൽ സിമ്പിൾ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ജോയിന്റ് സിമ്പിൾ ഉണ്ട്. ജോയിന്റ് സിമ്പിൾ അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു രണ്ട് കൺകറന്റ് ആയിട്ട്, അതായത് പാരലൽ ആയിട്ട് രണ്ട് പ്രൊസീജിയർ നടക്കുന്നുണ്ടാവും. മേ ബി രണ്ട് സെപ്പറേറ്റ് മോഡ്യൂളിലോ അല്ലെങ്കിൽ സെയിം പ്രോസസ്സിന്റെ ഉള്ളിലോ ആയിട്ട് പാരലൽ ആയിട്ട് നടക്കുന്ന പ്രൊസീജിയർ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവർ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ ജോയിന്റ് സിമ്പിൾ യൂസ് ചെയ്യാം. അതേസമയം ഫോക്ക് സിമ്പിൾ ഉപ്പായി യൂസ് ചെയ്യാൻ വെച്ചാൽ ഒരു പ്രോസസ്സ് സിംഗിൾ ആയിട്ട് ഇങ്ങനെ വന്നു, പെട്ടെന്ന് എന്തോ ഒരു കണ്ടീഷൻ ചെക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണത്തിൽ, കണ്ടീഷൻ ചെക്ക് ആകുമ്പോൾ ഏതെങ്കിലും ഒന്നേ റീഡ് ചെയ്യുള്ളൂ, അതല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും രണ്ട് വാല്യൂസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ത്രെഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ത്രെഡ് ആയിട്ടോ മറ്റോ നമുക്ക് ഇങ്ങനെ രണ്ട് പാരലൽ ആയിട്ട് നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതായത് കൺകറന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോക്ക് സിമ്പിൾ ഇതേപോലെ 1 2ലേക്കായത് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കും. പിന്നെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഡിസിഷൻ സിമ്പിൾ ആയിട്ടാണ്, അതായത് എന്തെങ്കിലും ഒരു ചെക്ക് സിമ്പിൾ ഒക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസിഷൻ ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ ഡിസിഷൻ ബോക്സിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം വെച്ചാൽ കണ്ടീഷൻ ടെക്സ്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ കണ്ടീഷൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ സൈഡിൽ കണ്ടീഷൻസ് എഴുതാൻ പറ്റും. അതെന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഡിസിഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ യെസ് ആണെങ്കിലാണ് ഇങ്ങോട്ട് പോകേണ്ടത്, നോ ആണെങ്കിലാണ് ഇങ്ങോട്ട് പോകേണ്ടത്. അപ്പൊ അതൊരു കണ്ടീഷൻ അല്ലേ? അപ്പൊ ആ ഡിസിഷന്റെ ഉള്ളിൽ വാട്ട് എവർ ദ ഡിസിഷൻ ചെക്ക് ചെയ്യേണ്ടത് മാത്രമാണ് നമ്മൾ എഴുതുക. എന്നാൽ അത് എന്ത് കണ്ടീഷനിലാണ് ഒരു പെർട്ടിക്കുലർ ഫ്ലോയിലേക്ക് പോകേണ്ടത് വെച്ചാൽ ആ ഒരു ആരോന്റെ മേലെ നമുക്ക് കണ്ടീഷൻ ടെക്സ്റ്റ് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. അതായത് യെസ് നോ എന്നൊക്കെ നമുക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഫ്ലോ ഫൈനൽ സിമ്പിൾ ആണ്. ഫ്ലോ ഫൈനൽ സിമ്പിൾ വെച്ചാൽ ചില പ്രോസസ്സുകൾ, അതായത് ഏതെങ്കിലും ഒരു സിംഗിൾ ആക്ടിവിറ്റി ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് നിൽക്കും. ആ ഒരു സിംഗിൾ ആക്ടിവിറ്റിന്, അതായത് ടോട്ടൽ പ്രൊജക്ടിന്റെ കേസ് അല്ലേ പറയുന്നത്, ഏതെങ്കിലും ഒരു സിംഗിൾ ആക്ടിവിറ്റിന്റെ സ്റ്റേജ് നിന്നു എന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ ഫൈനൽ സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു സിംഗിൾ ആക്ടിവിറ്റി ഇൻ ദ പ്രൊജക്റ്റ് ആണ് അവിടെ നിന്നിട്ടുള്ളൂ, കംപ്ലീറ്റ് പ്രൊജക്ട് നിൽക്കുന്ന കാണിക്കാനല്ല. ഏതോ ഒരു ആക്ടിവിറ്റി അതിന്റെ പ്രോസസ്സ് തീർന്നു, അത് അവിടെ വെച്ച് തീർന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ആ സിമ്പിൾ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലോ ഫൈനൽ സിമ്പിൾ യൂസ് ചെയ്യുന്നു. ഇനി എൻഡ് സിമ്പിൾ എന്ന് പറയുന്നത് നമ്മളെ കംപ്ലീറ്റ് പ്രൊജക്ട് തീർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻഡ് സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാനിവിടെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു ആക്ടിവിറ്റി ഡയഗ്രം ഇവിടെ കാണിക്കാൻ പോവാണ്. ഒരു ബാങ്കിങ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി ഡയഗ്രം ആണ്. അപ്പൊ ഒരു ബാങ്കിങ് സിസ്റ്റത്തിന്റെ അകത്ത് ഒരാൾ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, ഒരു കസ്റ്റമർ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് സ്റ്റേറ്റ് വരക്കും. അത് ഡാർക്കൻ ചെയ്ത ഒരു സർക്കിൾ ആണെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിന് മേലെ ആയിട്ട് നമുക്കൊരു ഡാർക്കൻ ചെയ്ത സർക്കിൾ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെക്ക് അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഡീറ്റെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ബേസിക്കലി ഞാനിപ്പോൾ വെറും രണ്ട് പ്രോസസ്സിനെ പറ്റി, ഇഷ്ടംപോലെ പ്രോസസ്സ് ബാങ്കിങ്ങിൽ ചെയ്യാനുണ്ട്, ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണേ എടുക്കുന്നുള്ളൂ. വിഡ്രോവലും ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രോസസ്സിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ വിഡ്രോവൽ ചെയ്യുകയാണെങ്കിൽ അയാൾ എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം, ഒരു ചെക്കിംഗ് വന്നു, അതായത് വെദർ ദ ബാങ്ക് അക്കൗണ്ട് ഹാസ് ഇനഫ് ബാലൻസ് ഓർ നോട്ട് എന്നുള്ളത്. അപ്പൊ ഈ സപ്പോസ് ആ കൊടുത്തിരിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഈ ബാങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, വിഡ്രോ ദ എമൗണ്ട് എന്ന് പറയാൻ പറ്റും. ഈ സപ്പോസ് ഇല്ലായിരുന്നെങ്കിൽ, നോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിഡ്രോ നോട്ട് അലൗഡ് എന്ന് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെ ഉള്ളിൽ നമുക്ക് ആ കണ്ടീഷൻ കൊടുക്കാം കേട്ടോ. അതായത് വെദർ ദ എമൗണ്ട് ഈസ് ലെസ് ദാൻ ദ ബാങ്ക് ബാലൻസ് എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം, കണ്ടീഷൻ എഴുതാം. ഇനി വിഡ്രോ ദ എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ദ ബാലൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അപ്ഡേറ്റ് ദ ബാലൻസ് ചെയ്യണം. ഇതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ദ ബാലൻസ് ചെയ്യണം. ആ ഒരു പ്രോസസ്സ് അവിടെ എൻഡ് ചെയ്യും. ഞാനിതൊരു സിംഗിൾ പ്രോസസ്സാണ് കാണിച്ചത്. ഒരു കസ്റ്റമർ വിഡ്രോ ഡെപ്പോസിറ്റോ ചെയ്യുന്നവർ, ഒരു സിംഗിൾ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റീന്റെ പ്രോസസ്സ് മാത്രമാണ് ഞാനിവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു ലോഗിൻ പേജ് നമുക്കൊന്ന് നോക്കാം. ഒരാൾ ഒരു പേജിലേക്ക് ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. എങ്ങനെ നമുക്ക് അതിനെ ആക്ടിവിറ്റി ഡയഗ്രാം ആയിട്ട് കാണിക്കാൻ പറ്റും? അപ്പോൾ ഒരു കസ്റ്റമർ, ഏതൊരു കസ്റ്റമറോ അല്ലെങ്കിൽ ഏതൊരു മെമ്പർ അത് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു, പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നേരെ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ നെയിം, അതായത് ഫ്രണ്ട് പേജ് ആണല്ലോ ഉണ്ടാവുക, അദ്ദേഹത്തിന്റെ നെയിമും പാസ്വേഡും കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസിഷൻ ബോക്സിലേക്ക് പോകുന്നു. നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നു വെദർ ദ നെയിം ആൻഡ് പാസ്വേഡ്
കറക്റ്റ് ആണോ? യെസ് ആണെങ്കിൽ ക്ലയന്റ് ലോഗിൻ സക്സസ്ഫുൾ ആവുന്നു. നോ ആണെങ്കിൽ അവിടെ പറയും ഇൻവാലിഡ് ലോഗിൻ ആൻഡ് പാസ്വേഡ് ആണ്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, ആ ഫസ്റ്റ് പേജിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇഫ് സപ്പോസ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്ലയന്റിന്റെ ഹോം പേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കും. സോ ഇതാണ് പ്രോസസ്സ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഒരു സിംഗിൾ കസ്റ്റമർ അല്ലെ ഒരു സിംഗിൾ എൻറ്റിറ്റി ബേസ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഹോട്ടൽ റിസർവേഷൻ സിസ്റ്റം ആണ്. ഹോട്ടൽ റിസർവേഷൻ സിസ്റ്റം ഹോട്ടൽ റിസർവേഷൻ സിസ്റ്റത്തിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബേസ്ഡ് അപ്പോൺ 3 എൻറ്റിറ്റീസ് ആണ് അവിടെ ഉള്ളത്. ഒന്ന് ഫസ്റ്റ് ഇവിടെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ഇവിടെ ഉള്ളത് കസ്റ്റമർ ആണ്. ഇനി രണ്ടാമത്തെ എൻറ്റിറ്റി ആയിട്ടുള്ളത് പിന്നെ ആ സിസ്റ്റം ആണ്. അതായത് ഈ പറയുന്ന ഹോട്ടലിൽ റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് ആ സിസ്റ്റം ആണല്ലോ, അവരാണ്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് അഡ്മിൻ ആണ്. അഡ്മിൻ എന്ന് പറയുന്നത് ആ റൂം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്ന ഒക്കെ ആളാണ് അഡ്മിൻ എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പ്രോസസ്സ് പോകുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു റൂം റിസർവേഷൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാണ് കസ്റ്റമർ. അപ്പൊ അതിന്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാ പോകുന്നത്? കസ്റ്റമർ ആദ്യം തന്നെ എൻക്വയർ അബൌട്ട് ദ റിസർവേഷൻ. അപ്പൊ ഇപ്പോഴുള്ള റൂം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അപ്പൊ റിസർവേഷനെ റിലേറ്റ് ചെയ്ത് എൻക്വയറി ചെയ്തു. എൻക്വയറി ചെയ്തപ്പോൾ സിസ്റ്റം എന്താ ചെയ്തത്? സിസ്റ്റം പ്രൊവൈഡ് സജഷൻ ഫോർ ദ റൂം ഡീറ്റെയിൽസ്. അപ്പൊ ആ സിസ്റ്റം പറഞ്ഞു, നിങ്ങൾ റൂം ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സോഫ്റ്റ്വെയറിൽ കയറിയിട്ട് റൂം ഉണ്ടോ എന്നുള്ള അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, അവൈലബിൾ റൂം നോക്കുന്നു. അപ്പൊ അവർ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു പേജ് തന്നു. അതായത് നിങ്ങൾക്കുള്ള റിക്വയർമെന്റ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ റിക്വയർമെന്റ്സ് ഒക്കെ ആരാ ഇൻപുട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ റിക്വയർമെന്റ് ഒരു റൂമിന് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പിന്നെ അല്ലെങ്കിൽ ഇത്ര റൂം ഉണ്ട് എന്ന് ഒക്കെ നമുക്ക് ഇവിടെ ഇൻപുട്ട് ചെയ്യപ്പെടുന്നത് ആരാണ്? അഡ്മിൻ ആണ് ഇവിടെ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ അവർ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർ ദ റിക്വയർഡ് റൂം ഡീറ്റെയിൽ. നമുക്ക് ആവശ്യമുള്ള റൂമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ എൻ്റർ ചെയ്ത് കൊടുത്ത ആ ഡീറ്റെയിൽ പ്രകാരം അവരെന്ത് ചെയ്യുന്നു, സിസ്റ്റം എന്ത് ചെയ്യുന്നു, ആ റൂം ഉണ്ടോ, അത്തരത്തിലുള്ള ഒരു റൂം ഉണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഈ റൂം ഇല്ലായിരുന്നെങ്കിൽ റൂം ഉണ്ടാവാം, ഇല്ലാണ്ടിക്കാലോ. അപ്പൊ റൂം ഇല്ലായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യും, നോയിലേക്ക് പോകുന്നു. റൂം ഉണ്ടെങ്കിൽ അവർ യെസ്സിലേക്ക് മൂവ് ചെയ്യുന്നു. ആ റൂം ഏതാ ഉള്ളതെന്ന് ചോദിച്ചാൽ അത് കസ്റ്റമർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ കസ്റ്റമർക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കസ്റ്റമർ അല്ലെങ്കിൽ ഗസ്റ്റിന് എന്ത് ചെയ്യുന്നു, അതിന്റെ കൺഫർമേഷൻ ഇൻവോയ്സ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. സപ്പോസ് ഇവിടെ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. റൂം ചെക്കിംഗ് അല്ല ചെയ്തത്, കസ്റ്റമർ പിന്നെ രജിസ്ട്രേഷൻ ചെക്കിംഗ് ആണ് ചെയ്തത്. കാരണം വെച്ചാൽ നമ്മൾ റൂമിന് അവൈലബിലിറ്റി നോക്കുന്ന സമയത്ത് ഇവരങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനനുസരിച്ചാണ് വരയ്ക്കുക. അപ്പൊ റൂമിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് അവർ ആദ്യം നോക്കിയത് ആ കസ്റ്റമർ, അവർക്ക് ഓൾറെഡി റൂം ഉണ്ടാവുമായിരിക്കും, കസ്റ്റമർ ഓൾറെഡി രജിസ്റ്റേർഡ് ആണോ എന്നാണ് ഇവരിവിടെ ചെക്ക് ചെയ്തിട്ടുള്ളൂ. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ കസ്റ്റമർ ഇവിടെ രജിസ്റ്റേർഡ് ആണെന്നും പിന്നെ വേറൊരു അവൈലബിലിറ്റിയും കൂടെ നമ്മൾ അവിടെ ചെക്ക് ചെയ്യണം. കസ്റ്റമർ രജിസ്റ്റർ ആണെങ്കിൽ യെസ്സിലേക്ക് പോയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് വെദർ റൂം ഈസ് അവൈലബിൾ ഓർ നോട്ട് എന്നുള്ളതും കൂടെ നോക്കും. അപ്പൊ ഈ രണ്ട് ചെക്കിംഗ് നടന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. അതൊക്കെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാം. അതായത് ഈ എസ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ റൂം അവൈലബിലിറ്റിയും കൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ആദ്യം റൂം അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം, യെസ് ആണെങ്കിൽ കസ്റ്റമർ രജിസ്റ്റേർഡ് ഓർ നോട്ട് എന്ന് നോക്കിയതിന് ശേഷം പിന്നെ റൂം അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ വഴി അസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സിന് മാത്രമേ നമ്മൾ റൂം കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരോട് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടാറാണ് സ്വാഭാവികമായിട്ട് ചെയ്യാറ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ ബേസ് ചെയ്തിട്ട് ഞാൻ റൂം അവൈലബിലിറ്റി നോക്കിയാണ് സംസാരിച്ചത്, പക്ഷെ അവര് കസ്റ്റമർ രജിസ്ട്രേഷൻ നോക്കിയാണ് സംസാരിച്ചത്. ബട്ട് എനിവേ അത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളെ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഐഡിയ കണക്കായിട്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഇത്രയും നേരം നമ്മൾ സംസാരിച്ച സമയത്ത് കസ്റ്റമർ മാത്രം അല്ലെങ്കിൽ സിസ്റ്റം മാത്രം അങ്ങനെയുള്ള ഒരു കേസാണ് നമ്മൾ ഇത്രയും നേരം ബാങ്കിങ്ങിന്റെ കേസും ലോഗിന്റെ കേസും ഒക്കെ സംസാരിച്ചത്. ഇവിടെ ഞാനിപ്പോൾ 3 ഡിഫറെന്റ് എൻറ്റിറ്റി ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ആക്ടിവേഷൻ ഡയഗ്രത്തിൽ ഫ്ലോ നടക്കുന്നതെന്നാണ് പറഞ്ഞത്. വൺസ് ഈ റിസർവേഷൻ കംപ്ലീറ്റ് ആയി നമ്മൾ ഇൻവോയ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ആണ് പറയുന്നത്. ഈ പറയുന്ന ആക്ടിവിറ്റി ഡയഗ്രാം പോലെ തന്നെ ഇവിടെയും ഡൈനാമിക് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് സ്റ്റേറ്റ് ചാർട്ടിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ ലൈഫ് സ്പാനിൽ അത് പല സ്റ്റേറ്റിലൂടെ പോകുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഇപ്പൊ ഒരു മെമ്മറി ലൊക്കേഷൻ എടുക്കുക. ആദ്യം അവിടെ ഉണ്ടായിരുന്ന വാല്യൂ ഒരു 10 ആണ്. പിന്നീട് ഞാൻ അതിൻ്റെ അകത്ത് ഒരു 5 കുറച്ചു, അപ്പൊ 10 ഉണ്ടായിട്ടുണ്ടാവും.
5 മാറിയിട്ടുണ്ടാവും. അതായത് അപ്പൊ എങ്ങനെയാണെങ്കിൽ ആ മെമ്മറി ലൊക്കേഷന്റെ ആദ്യത്തെ സ്റ്റേറ്റ് 10 ആണ്. പിന്നീട് അതിന് എന്തോ ഒരു പ്രോസസ്സ് ചെയ്തപ്പോൾ അത് 5 ചിലപ്പോൾ വീണ്ടും ഒരു പ്രോസസ്സ് ചെയ്തപ്പോൾ അതിന് വേറെ എന്തെങ്കിലും വാല്യൂയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതിപ്പോ ഒരു മെമ്മറി ലൊക്കേഷന്റെ കേസ്. ഇതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഒരു സെറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ആണ്. അപ്പൊ അതിൻ്റെ അകത്തുള്ള വാല്യൂ ഓൾട്ടർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ആസ് പെർ ദ ആക്ടിവിറ്റീസ് വിച്ച് ഈസ് ഗോയിങ് ഓൺ, അല്ലെ? അതിൻ്റെ അകത്ത് നടക്കുന്ന ഓരോരോ ആക്ടിവിറ്റിക്ക് കണക്കായിട്ട് അവിടെ വെച്ചാൽ വാല്യൂസ് ഓൾട്ടർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഓരോരോ വാല്യൂ ഓൾട്ടർ ചെയ്തതിന് ശേഷം കഴിയുമ്പോൾ അടുത്ത സ്റ്റേറ്റിലേക്ക് ഒബ്ജക്റ്റ് എത്തും. ഒരു ഓൾട്ടറേഷൻ കഴിയുമ്പോൾ ഒരു സ്റ്റേറ്റിലെത്തും, അല്ല ഒരു ട്രാൻസിഷൻ കഴിയുമ്പോൾ ഒരു സ്റ്റേറ്റിലെത്തും. അപ്പൊ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്തോ ഒരു പ്രോസസ്സ് നടന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിന്റെ മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂവിൽ വ്യത്യാസം വരുമല്ലോ. അപ്പൊ ആ ഒബ്ജക്റ്റ് അടുത്ത സ്റ്റേറ്റിലെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഈ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയ മുതൽ അത് ഡിലീറ്റ് ചെയ്യുന്ന സമയം വരും, അതിന്റെ കംപ്ലീറ്റ് ലൈഫ് സ്പാനിൽ അത് ഡിഫറെന്റ് സ്റ്റേറ്റിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. ഓക്കെ, ഇനി ഈ പറയുന്ന സ്റ്റേറ്റിന്റെ അകത്ത് ഇപ്പൊ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്തു നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ് ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം വിഷ്വലൈസ് ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഒരു സ്റ്റേറ്റിൽ നിന്ന് പിന്നീട് അവിടെ എന്ത് എക്സിക്യൂഷൻ ആണ് നടക്കുക, അപ്പൊ പിന്നെ ഒബ്ജക്റ്റിന് അടുത്ത് ഏത് സ്റ്റേറ്റിലേക്കാണ് എത്തിച്ചേരുന്നത്, ഇത് കാണിക്കാനാണ് ഈ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസും നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം നൊട്ടേഷൻസ് ആണ്. അതായത് സ്റ്റേറ്റ് ബോക്സ്, ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ്, ഡിസിഷൻ ബോക്സ്, കൂടാതെ ട്രാൻസാക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആരോവും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ സാധനം തന്നെയാണ് ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡാർക്കൺ സർക്കിൾ ഉപയോഗിക്കും. സ്റ്റേറ്റ് ബോക്സ് എന്ന് പറയുന്നത് സ്ക്വയർ വിത്ത് സർക്കിൾ റൗണ്ട് കോർണേഴ്സ് ആണ് യൂസ് ചെയ്യാറ്. ഡിസിഷൻ ബോക്സ് ഡയമണ്ട്സ് ആണ് യൂസ് ചെയ്യാറ്. എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് എഴുതും. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡാർക്കൺ സർക്കിളിന്റെ ചുറ്റും ഒരു സർക്കിൾ വരച്ചിട്ട് യൂസ് ചെയ്യും. ഇനി ട്രാൻസിഷൻ എന്ന് പറയുന്നത് വൺ സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലേക്കുള്ള പിന്നെ പ്രോസസ്സാണ്, അല്ലെങ്കിൽ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ആറോ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. അതായത് ട്രാൻസിഷൻ ഇസ് എ ചേഞ്ച് ഇൻ വൺ സ്റ്റേറ്റ് ഇൻ ടു അനദർ സ്റ്റേറ്റ് വിച്ച് ഈസ് ഒക്കേർഡ് ബിക്കോസ് ഓഫ് സം ഇവന്റ്. എന്തോ ഒരു കാരണവശാലാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ട്രാൻസിഷൻ ആറോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ പറയുന്നത് ഈ സ്റ്റേറ്റ് ബോക്സിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പൊ സ്റ്റേറ്റ് ബോക്സ് എന്ന് പറയുന്നത് റൗണ്ടഡ് റെക്ടാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ് ബോക്സിന്റെ അകത്ത് സാധാരണയായിട്ട് ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സ്റ്റേറ്റ് റെപ്രസെന്റേഷൻ ആണ് അവിടെ മേക്ക് ചെയ്യുക. അപ്പൊ നമുക്കിത് പിന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒബ്ജക്റ്റിന്റെ ഒരു സ്റ്റേറ്റിന്റെ അകത്ത് ആദ്യം പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റേറ്റിനെ നമ്മൾ ആക്റ്റീവ് സ്റ്റേറ്റ് എന്നാ പറയാം. അങ്ങനെ ആ ഒബ്ജക്റ്റിന് ആ സ്റ്റേറ്റിൽ പ്രോസസ്സ് നടന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ വാല്യൂസോ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് മാറി അടുത്ത സ്റ്റേറ്റിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ പണ്ടത്തെ സ്റ്റേറ്റ് എന്തായി? ഇപ്പൊ പാസീവായി അല്ലെങ്കിൽ ഇൻആക്റ്റീവായി. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഇനി വന്നിരിക്കുന്ന സ്റ്റേറ്റ് ഉണ്ടാവില്ല, അതാണ് ഇപ്പൊ ആക്റ്റീവ് ആയിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു ഡയഗ്രാമാറ്റിക് ആയിട്ട് കാണിച്ചത്. അതായത് ഒബ്ജക്റ്റിന്റെ ഒരു സ്റ്റേറ്റ് ആദ്യം ആക്റ്റീവ് ആയിരുന്നു, അവിടെ നിന്ന് ഒരു പ്രോസസ്സ് നടത്തിയിട്ടാണ് അടുത്ത സ്റ്റേറ്റിലേക്ക് വരുമ്പം പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ് പാസീവായി കിടക്കുകയും ട്രാൻസിഷൻ നടന്നിട്ട് അടുത്ത സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് പിന്നെ ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യപ്പെടുന്നു. ഇനി സ്റ്റേറ്റ് തന്നെ, ഈ സ്റ്റേറ്റ് നമ്മളിങ്ങനെ അതിന്റെ ഓരോരോ സ്റ്റേറ്റ് വരച്ച് കാണിക്കുന്ന സ്റ്റേറ്റിനെ 3 രീതിയിൽ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റും. ഒന്ന് സിമ്പിൾ സ്റ്റേറ്റ്, അതൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ആ സ്റ്റേറ്റ് എന്താ വെച്ചാൽ അതങ്ങ് എഴുതി വെച്ചാൽ മതി. ഇനി കോമ്പോസിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റും അതിൻ്റെ അകത്ത് ആ സമയത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന മെത്തേഡ്സ്, എന്ത് പ്രോസസ്സാണ് അവിടെ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ എന്താണ്, അതായത് ഇന്റേണൽ ആക്ടിവിറ്റി എന്താണ് ആ സ്റ്റേറ്റിൽ നടക്കുന്നത് വിചാരിച്ചാൽ ആ ഇതിനെ പറ്റിയിട്ടും. പിന്നെ സബ്മിഷൻ സ്റ്റേറ്റ് എന്ന് വിചാരിച്ചാൽ അത് കോമ്പോസിറ്റ് സ്റ്റേറ്റ് പോലെ തന്നെയാണ്, പക്ഷേ വി ക്യാൻ റീയൂസ് ദ സബ്മിഷൻ സ്റ്റേറ്റ്. അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഫോമാറ്റ് ആണ്. സ്റ്റേറ്റിന്റെ കേസിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചാർട്ടിന്റെ കേസിൽ നമുക്ക് അങ്ങനെ വരക്കാൻ വരലില്ല, എന്നാൽ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കിതാ ഈ ബേസിക് നൊട്ടേഷൻസും കാര്യങ്ങളും അറിയാം. എന്തിനാണ് ഈ പറയുന്ന സ്റ്റേറ്റ് ചാർട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് അറിയണം. ഇത് സിമ്പിൾ ആയിട്ട് ഞാനൊരു പിന്നെ OTP ജനറേറ്റർ അല്ല ഒരു എൻ്റർ ചെയ്യുന്ന ഒരു കേസ് ഞാനിവിടെ കാണിച്ചതാണ്. അതായത് സിമ്പിൾ ഒരു പ്രോസസ്സ് തുടങ്ങുന്നു, എൻ്റർ ദ OTP. അപ്പൊ ഞാനൊരു OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ സിസ്റ്റം നോക്കും വെദർ ദ OTP വാലിഡ് ആണോ എന്ന്. വാലിഡ് അല്ലെങ്കിൽ വീണ്ടും OTP എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇനിയിപ്പോൾ വാലിഡ് ആണെങ്കിൽ യൂസർ ഒതന്റിക്കേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോകുന്നു. അപ്പൊ എൻ്റെ ഇത് OTP ഒതന്റിക്കേഷൻ മാത്രമാണ് ഞാനിവിടെ കാണിച്ചത്. ഒരു സിമ്പിൾ പ്രോസസ്സ് കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ ടെർമിനേറ്റ് ചെയ്തു കേട്ടോ പ്രോസസ്സിനെ. ഇനി അടുത്തതായിട്ട് നമുക്ക് അറിയണം. അപ്പൊ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രത്തിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിന്റെ നൊട്ടേഷൻസും കാര്യങ്ങളും അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഏതാണ് അത്രയും അറിയേണ്ട ആവശ്യമുള്ളൂ. ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ നല്ല കാലം കൊണ്ട് ഇനി അടുത്ത കൊല്ലം ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല.
ഇനി അഡ്വാൻറ്റേജ് ഓഫ് UML ഡയഗ്രാം ആണ്. അപ്പൊ 5 അഡ്വാൻറ്റേജ് ആണ് അതിന്റെ അടിയിൽ നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തത് സ്റ്റാൻഡർഡൈസേഷൻ, അതായത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ നമ്മൾ ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഡെവലപ്പേഴ്സിനും സ്റ്റാക്ക് ഹോൾഡേഴ്സിനും തമ്മിൽ സംസാരിക്കാൻ, സ്റ്റാക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സ് അല്ലെ ക്ലയന്റിനും സംസാരിക്കാൻ വേണ്ടി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആവും. അടുത്ത കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ആണ് ഈ ഡയഗ്രാം ഉപയോഗിച്ചിട്ട്. പിന്നെ വിഷ്വലൈസേഷൻ, അതായത് ഈ പറയുന്ന സിസ്റ്റത്തിന്റെ കോമ്പണൻസ്, റിലേഷൻഷിപ്പ്, പ്രോസസ്സ് എന്തൊക്കെയാണ് നടക്കുന്നത്, അതൊക്കെ പെട്ടെന്ന് തന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡോക്യുമെന്റേഷൻ, അതായത് ഇതൊരു നല്ലൊരു ഡോക്യുമെന്റ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കോപ്പി എപ്പോഴും നമ്മൾ നമ്മുടെ ഡോക്യുമെന്റിന്റെ കൂടെ വെക്കും. അപ്പൊ അതായത് ഇതിന്റെ ഒരു സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ, ഡിസൈന്, അതിന്റെ ബിഹേവിയറിനൊക്കെ പറ്റിയിട്ടുള്ള വെൽ നോൺ ഡോക്യുമെന്റ് ആണ് ഈ പറയുന്ന UML ഡയഗ്രാംസ് എന്ന് പറയുന്നത്. പിന്നെ അനാലിസിസ് ആൻഡ് ഡിസൈൻ, അതായത് അനാലിസിസ് ആൻഡ് ഡിസൈൻ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും UML ഡയഗ്രാം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ. ഇനി ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കോംപ്ലക്സിറ്റി, ഈ പറയുന്ന സാധനം പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്, ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്, ഭയങ്കര എഫോർട്ട് കൺസ്യൂമിംഗ് ആണ്. ശരിക്കും നമുക്ക് തന്നെ ഇപ്പോൾ ആലോചിക്കാം അല്ലെ, പെട്ടെന്ന് ഒരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു UML ഡയഗ്രാം നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതാണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. അതായത് നല്ല എക്സ്പീരിയൻസും ട്രെയിനിങ്ങും ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഓവർ ഹെഡ്, അതായത് ഇത് ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിനിങ്ങിന് ഈസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ്. കാരണം UML ഡയഗ്രത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് എന്തുണ്ടാവും, പ്രൊജക്റ്റിൽ അപ്ഡേറ്റ് ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ UML ഡയഗ്രത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാനും ഉണ്ടാക്കാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഭയങ്കര പാടാണ്. ആംബിഗ്വിറ്റി, അതായത് ഈ പറയുന്ന ഡയഗ്രാം നോക്കിയിട്ട് ഇപ്പൊ 10 ആള് വായിക്കുമ്പോൾ 10 രീതിയിലാണ് വായിക്കുക. അതായത് ഒരേ സാധനമാണ് വായിക്കുന്നതെങ്കിലും അവർ ഇത് ഇന്റർപ്രിറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ചിലവര് ഡിഫറെന്റ് ആയിട്ടാണ് ഇന്റർപ്രിറ്റ് ചെയ്തെടുക്കുക. ഈവൻ തോ നമ്മളുടെ വരച്ച ആള് ചിന്തിച്ച പോലെ തന്നെ വായിക്കുന്നവൻ ഇത് ഇന്റർപ്രിറ്റ് ചെയ്യണം അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് അടുത്ത പ്രശ്നം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഓവർ മോഡലിംഗ് ഓർ അണ്ടർ മോഡലിംഗ്, അതായത് ഇത് ഏത് ലെവൽ വരെ മോഡൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്കില്ല. ഇപ്പൊ ഓവർ മോഡലിംഗ് നിങ്ങൾ ചെയ്യുക, അതായത് നിങ്ങൾ ഡീറ്റെയിലേക്ക് പോയി നമ്മൾ നിങ്ങൾ കുറേ സമയവും കുറേ പിന്നെ എഫോർട്ടും അവിടെ വെറുതെ നഷ്ടപ്പെടും. ചിലപ്പോൾ അത്രയും ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കും ഡിസൈനർക്ക്. കാരണം നമ്മൾ ഡിസൈനറല്ല, ഡെവലപ്പർക്ക്. അതിന് മുന്നേ ഡെവലപ്പർക്ക് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇനിയിപ്പം അണ്ടർ മോഡലിംഗ് ആണെങ്കിൽ നമ്മളത് അത്യാവശ്യം ചെയ്തു, പക്ഷെ ആ ഡെവലപ്പർക്ക് കൈ കൊടുത്ത് നോക്കുമ്പോൾ അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റിന്റെ നടുവിൽ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് നമ്മൾ കണ്ടെത്തണം UML മോഡലിൽ. അതും ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ആ ഫസ്റ്റ് അസൈൻമെന്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇതേപോലെ ഒരു ചെറിയൊരു ഇതും കൂടെ PPT അല്ല, പ്രസന്റേഷനും കൂടെ ഞാൻ ഇടും. അത് പിന്നെ ജാവേനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അത് നിങ്ങളെ സെക്കൻഡ് അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഡേറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് അതൊന്ന് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ഇതെന്തായാലും 5th തന്നെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഈ അസൈൻമെന്റ് 5th സബ്മിറ്റ് ആവണേ എന്നാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്.